ഇനിയിപ്പോൾ എൻ്റെ തടിയാണോ പ്രകാശേട്ടൻ്റെ പ്രശ്നം? ദേ എനിക്ക് 28 ഇനി എപ്പോഴാണ് നമ്മൾ സെന്റ് അടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ കാണിച്ച സ്നേഹത്തിന്റെ പകുതി എന്ന് കാണിച്ചിരുന്നെങ്കിലേ അത്ര ആൾക്കാരുടെ മുമ്പിൽ നാണം വരില്ലായിരുന്നു. എടി അന്ന് നീ പറഞ്ഞിട്ടല്ലോ എടിക്കഴുതേ ഞാൻ നിന്റെ റൂമിക്ക് വന്ന്. അച്ഛനാ നേരത്തെ വരുന്നപ്പോ ഞാൻ അറിഞ്ഞോ? എന്ത്? അതിന് ആ സമയത്ത് അച്ഛൻ വരുന്നപ്പോ ഞാൻ അറിഞ്ഞോ? ആ ഓക്കെ, നിനക്കറിയില്ല. നീ പിന്നെ അയാൾക്ക് മുമ്പിൽ എന്നെ തിന്നാട്ട് കൊടുത്തിട്ട് ഓടിയതെന്തിനാ? ഞാൻ പിന്നെ എന്താ ചെയ്യാ, ഞാനങ്ങ് സ്റ്റക്കായി പോയി. നമ്മളവിടെ എന്താ ചെയ്തിരുന്നത് പ്രകാശേട്ടന് അറിയില്ലേ? എൻ്റെ അറിയില്ലേ. ആ വന ചേച്ചി എന്ന് ചിരിക്കുകയായിരുന്നു. അവര് 2 ആഴ്ച മുമ്പ് കണ്ടപ്പോഴൂടി ചിരിച്ചു. ആക്കിയ ചിരി. അവര് മാത്രം ആ ഭാസ്കർ മാമിന്റെ അമ്മയൊക്കെ ചിരിച്ചു മറിയായിരുന്നു അന്ന്. അതൊന്നും ഈ ജമ്മത്തേക്ക് മറക്കാൻ പറ്റില്ല. ഈ എവിടുന്ന് രക്ഷപ്പെട്ടു? ഞാൻ മാത്രമായി കുറ്റക്കാരൻ. അങ്ങനെ ഞാൻ പറഞ്ഞോ? ഈ പറയണ്ട, പറയേണ്ടത് പറഞ്ഞില്ലല്ലോ. നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ? അയാൾക്ക് ആ ദേഷ്യം എപ്പോഴും ഉണ്ടാവും. അതൊക്കെ പ്രകാശേട്ടൻ്റെ തോന്നല. അച്ഛനെ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പ്രകാശേട്ടനോട് പറയാൻ. അയാളല്ലേ ഇപ്പൊ പറയും. പ്രകാശേട്ടന് ആരും വിശ്വാസമല്ലേ, അതാ. പ്രകാശിനെ നിനക്ക് ഇഷ്ടമായിരുന്നില്ലേ? ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ തന്നെ കല്യാണം കഴിച്ചു എന്ന് അച്ഛനാ പറഞ്ഞ്. എനിക്കൊന്നും കേക്കണ്ട. ഒരു പരിചയമില്ലാത്ത ആളെ എനിക്ക് പറ്റില്ല പ്രകാശേട്ടാ. നമ്മളാകുമ്പോ എല്ലാം അറിയില്ലേ? പ്രകാശേട്ടാ പ്ലീസ്, അങ്ങനെ പറ്റിപ്പോയി. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഗോഡ് പ്രോമിസ്. കുട്ടിയുണ്ടല്ലോ. കൊഞ്ചാന്ന് കഥ മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം എങ്ങനെയാലും ഇറങ്ങിപ്പോവും. കുറെ നേരമായി കുണുകുണു പറഞ്ഞ് കിടന്ന് സൗകര്യം കൊടുത്തു. സോറി പ്രകാശേട്ടാ, റിയലി സോറി. 2 വർഷമായില്ലേ, ഇതിനകത്ത് എത്ര വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട്, സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്നിനും പ്രകാശേട്ട റിപ്ലൈ തന്നിട്ടില്ല. ഞാൻ കരുതി പിണക്കം മാറുമെന്ന്. ഇടയ്ക്ക് അമ്മാവന് വയ്യാതെ ഹോസ്പിറ്റലായപ്പോൾ അതിൻ്റെ ടെൻഷനിലാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും വലിയ പിണക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പ്രകാശേട്ട പിണക്കം മാറുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. നാളെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയേക്കണേ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാറില്ല. ശരി എന്നാ, ഗുഡ് നൈറ്റ്. നിക്കടി, ഇങ്ങോട്ട് നോക്ക്. നോക്ക് നോക്കുന്ന്
സത്യമായിട്ടൊക്കെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി. ഇങ്ങോട്ട് നോക്ക്, ഇതിപ്പോ ഞാനാണ് ആവശ്യമില്ലാതെ സീനാക്കിയത്. അതേടി, സത്യമായിട്ടുണ്ട് ദേഷ്യം മാറിയെന്ന്.